മുത്തങ്ങ ഭൂസമര നായിക CK ജാനുവും അവർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി JRPയും NDA മുന്നണി വിടുന്നു എന്ന തീരുമാനം ഇന്നലെയാണ് പുറത്തു വന്നത്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് ചേർന്ന സമയത്താണ് ഇത്തരത്തിലൊരു നിർണായകമായ രാഷ്ട്രീയ തീരുമാനമെടുത്തത്. എന്നോടൊപ്പം ഇപ്പോൾ CK ജാനു ചേരുകയാണ്. ജാനുവച്ചി 2016 NDAയുമായി ചേരുന്നത്. പിന്നീട് 2 തവണ മത്സരിച്ചു. ഇപ്പോൾ നിർണായകമായൊരു തീരുമാനം NDA സഖ്യകക്ഷിയായിട്ടുള്ള JRP വിടുന്നു എന്നാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 2016 തൊട്ട് NDA മുന്നണിക്കൊപ്പമായിരുന്നു ശരിക്കും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നത്. അന്ന് തൊട്ട് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഈ JRPയെ പരിഗണിക്കുന്ന അത്തരമൊരു നയം NDA ശരിക്കും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇടക്കാലം കൊണ്ട് ഒന്ന് മാറി നിന്നു. എന്നിട്ട് വീണ്ടും അവരുമായിട്ടുള്ള ഒരു ചർച്ച. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ പരിഗണിക്കാൻ പറ്റിയില്ല, അത് ഞങ്ങളുടെ തെറ്റാണ്, ഇനി അത് ആവർത്തിക്കില്ല, ഇനി നിങ്ങൾക്ക് മുന്നണി എന്നുള്ള നിലയിലുള്ള എല്ലാ പരിഗണനയും തന്നുകൊണ്ടായിരിക്കും നിങ്ങളെ കൂടെ നിർത്തുന്നത് എന്നുള്ള രണ്ടാമത്തെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വീണ്ടും NDAയിലേക്ക് പോയത് തന്നെ. അങ്ങനെ NDAയിലേക്ക് നമ്മൾ വീണ്ടും പോയെങ്കിലും അവർ പറയുന്ന വാക്കൊന്നും ശരിക്കും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2016 2021 ജാനുവേച്ചിയാണ് BJPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചത്. ആ സമയത്തും പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഏതർത്ഥത്തിലാണ്? ഇല്ല, ഇപ്പോൾ 2016 ശരിക്കും എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. ഈ 2021 ശരിക്കും ഞാൻ മത്സരിക്കുന്നില്ല, മുന്നണിയിലേക്ക് വീണ്ടും വരുന്നില്ല എന്നുള്ള തീരുമാനമായിരുന്നു. അത് അവസാന നിമിഷം നമ്മൾ വെച്ച മുഴുവൻ ഡിമാൻഡും അംഗീകരിച്ച് നമുക്ക് തരും, അത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അവസാന നിമിഷത്തിൽ തീരുമാനം എടുത്തപ്പോഴും ഈ മുന്നണി എന്നുള്ള നിലയിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും എന്നാണ് ഞാൻ അവസാനം വരെ വാശി പിടിക്കുന്നത്. പിന്നെ നമ്മുടെ പാർട്ടിയിലുള്ള ആളുകളുടെയൊക്കെ ഒരു നിർബന്ധം, ഇപ്പോൾ ഇനി ആ ചിഹ്നം കൊണ്ടുവന്ന് പരിചയപ്പെടുത്താൻ ഒട്ടും സമയമില്ല, അതുകൊണ്ട് നിലവിലുള്ള BJPയുടെ ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ശരിക്കും അന്നൊരു മത്സരം നടന്നത്. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഈ സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്, BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള JRPയുടെ ആളുകൾ പോലും ചിഹ്നം കൊണ്ടുവന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്താനുള്ള സമയമില്ല. അവസാനം വോട്ടിൻ്റെ അടുത്ത നാളുകളൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ സമയമില്ല, അതുകൊണ്ട് ഈ ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് മത്സരിച്ചത് മാത്രം. അതുകൊണ്ട് നമ്മൾ BJP ആവുമോ, BJPൻ്റെ ടിക്കറ്റ് എടുക്കുമോ, ആ കൂടെ നിൽക്കുമോ എന്ന പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് നിന്നത്. സഖ്യകക്ഷി എന്ന നിലയിൽ JRPയെ NDA പരിഗണിച്ചില്ല എന്നാണ് അല്ലേ? അതെ, സഖ്യകക്ഷി എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഇന്ത്യൻ ഭരണഘടനയുടെ 242 വകുപ്പ് അനുസരിച്ച് പട്ടികവർഗ പ്രദേശമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും കേന്ദ്ര പാർലമെൻറ്റിലാണ് പാസ്സാക്കേണ്ടത്. അത് ഞങ്ങൾക്ക് പാസ്സാക്കി തരണം. അത് അപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആദിവാസികൾക്കുമാണ് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ അത് പാസ്സാക്കി കിട്ടണം. അതുകൂടാതെ ഈ ബോർഡ്, കോർപ്പറേറ്റ് പോലുള്ള ചെയർമാൻ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ മെമ്പർ പോസ്റ്റിലേക്കോ JRPയുടെയും കൂടെ ആളുകളെ പരിഗണിക്കണം. പിന്നെ രാജ്യസഭ പോലെയുള്ള തലങ്ങളിലും നമ്മുടെ ആളുകളെ പരിഗണിക്കണം. ഇതാണ് നമ്മൾ അവരോടൊരു ഡിമാൻഡ് എന്നുള്ള നിലയിൽ വെച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ മുത്തങ്ങ കേസ് അത് ഒരു കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയാം പച്ചയായിട്ട്. ഇപ്പോൾ അവിടെ കോടതിയിലുള്ള CBIയുടെ വക്കീൽ പോലും, ജഡ്ജ് പോലും പറയുന്നത് ഈ കേസ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല, ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ജഡ്ജ് തന്നെ കേന്ദ്രത്തിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്, ഈ കേസ് വിഡ്രോ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണുള്ളത്, CBI അന്വേഷണം എന്നുള്ള നിലയിൽ. അതൊക്കെ ശരിക്കും പരിഗണിക്കുക. 100-300 ആളുകൾ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ പരിഗണിച്ച് തന്നാൽ നമുക്കതൊരു പ്രയോജനമായിരുന്നു ശരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ ഒരു കാര്യം പോലും നമുക്ക് നടത്തി തരുമോ, ഈ രീതിയിൽ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളപ്പോഴും സ്വതന്ത്രമായിട്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ആയിട്ട് തന്നെയാണ് നിന്നത്. NDA എന്നുള്ള ഒരു പേര് അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ടും സഹായവും ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇനി NDA എന്നുള്ള പേര് വേണ്ട, നമ്മൾ തന്നെ സ്വന്തമായിട്ട് നിൽക്കാം എന്ന് ഞങ്ങൾ ഇന്നലെ കൂടിയ
ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ തീരുമാനം എടുക്കുന്നത്. എല്ലാവരും ഐക്യകണ്ഠേനയാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്, NDA വിടണം എന്നുള്ളത്. അതുകൊണ്ട് ഇന്നലെ വിട്ടു, ഞങ്ങൾ ഇന്നലെ തന്നെ അത് പ്രഖ്യാപിച്ചു. ഇപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും JRPയുടെ ഒരു നിലപാട്? JRPയുടെ നിലപാട്, JRP ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സമയങ്ങളിൽ JRPയുടെ ഇടപെടലുണ്ടാവും. അത് ഞങ്ങൾക്ക് പറ്റുന്ന അത്ര സ്ഥലത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നിർത്തും, ഞങ്ങൾ നേരിട്ട് മത്സരിപ്പിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വരും. ഈ വരുന്ന ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യാനുള്ളൊരു സാധ്യത അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. പാർട്ടി ഇന്നലെ കൂടിയ പാർട്ടി മീറ്റിങ്ങിൽ അത് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നീട് അതൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെക്കുറിച്ചൊക്കെ വലിയ അമർഷമുണ്ടോ? പ്രതിപക്ഷത്തെ പറ്റിയാണോ അതോ ഭരണപക്ഷത്തെക്കുറിച്ചാണോ? ഇല്ല, എല്ലാവരും ഈ ആളുകളോട് എടുക്കുന്ന നിലപാട് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിൽ ആര് നല്ലത് ആര് ചീത്ത എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നല്ല. സംസ്ഥാന ഭരണത്തെക്കുറിച്ചുള്ള ഒരു എന്താണ്? സംസ്ഥാന ഭരണം നടക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എന്തായാലും സംസ്ഥാന ഭരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സാധ്യതകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ആകെ കിട്ടുന്ന ഈ തൊഴിലുറപ്പെന്ന് പറയുന്ന ഒരു പണി മാത്രമാണ്. അതല്ലാത്ത വേറെ ഒരു സംവിധാനം ആളുകളുടെ ഇടയിൽ ഇല്ല. അതുമാത്രമല്ല, വീടൊക്കെ പാതി വഴിയിൽ നിർത്തിപ്പോയിട്ട് 10 വർഷമായിട്ടും അത് പൂർത്തിയാക്കാനുള്ള ഒരു സംഭവം പോലും നടക്കുന്നില്ല. 10 വർഷം കൊണ്ട് പോലും ആദിവാസി വിഭാഗങ്ങൾക്ക് ഇതുവരെ ഒരു ഉന്നമനം ഉണ്ടായിട്ടില്ല. അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഏത് വേദിയിലും ഞാൻ തുറന്ന് തന്നെ സംസാരിക്കും. ഇപ്പോൾ 10 വർഷമായിട്ട് പാതി വഴിയിൽ നിർത്തിയ വീടൊക്കെ അതേപോലെ നിൽക്കുന്ന, അവരൊക്കെ പ്ലാസ്റ്റിക് കവറും മറച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ നിസ്സാരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതൊന്നും ശരിക്കും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്ത് നമ്മളുടെ കൺമുമ്പിൽ കണ്ടാലല്ലേ അത് നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ കാണാത്തടത്തോളം കാലം എങ്ങനെയാണ് നമ്മൾ പറയാം? പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിച്ചില്ല. സംസ്ഥാന സർക്കാരിനെതിരെ അമർഷമുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആദിവാസികളോട് കാണിക്കുന്ന നിലപാടിൽ നമുക്ക് ശക്തമായിട്ടുള്ള അമർഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസിനൊപ്പം പോകുമെന്നാണോ? അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത്തരം ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചില്ല. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാം, പാർട്ടി ശക്തിപ്പെടുത്താം എന്നുള്ള തീരുമാനം മാത്രമേ ഇന്നലെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഒറ്റയ്ക്ക് ഞാനൊരു അഭിപ്രായം ഒന്നും പറയില്ല. എല്ലാവരും കൂടി ആലോചിക്കുന്ന ഒരു തീരുമാനം മാത്രമേ പറയുള്ളൂ. നിലവിൽ സ്വതന്ത്രമായി നിൽക്കാൻ തന്നെയാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം. CK ജാനുവാണ് അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ NDA പരിഗണിച്ചില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ NDA സഖ്യകക്ഷി വിടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം JRP എടുത്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്രയ്ക്കും മുജീബ് TTയ്ക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.